ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 79ാമത് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. ഈ 79ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തുകയും അതിനോടനുബന്ധിച്ച് അദ്ദേഹം കുറച്ച് മിഷൻസും പദ്ധതികളും പറയുകയുണ്ടായി. അപ്പം നമുക്ക് ആ മിഷൻസും പദ്ധതികളെയൊക്കെ കുറിച്ച് പഠിക്കാം. സ്വാതന്ത്ര്യം, പുരോഗതി, ഐക്യം എന്നിവയുടെ പ്രതീകമായി 2025 ഓഗസ്റ്റ് 15-ന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ഈ ദിവസം സ്വാതന്ത്ര്യസമര സേനാനികൾ നടത്തിയ ത്യാഗങ്ങൾക്ക് നമ്മൾ ആദരാഞ്ജലി അർപ്പിക്കുന്നു. രാജ്യത്തിന്റെ ഇതുവരെയുള്ള യാത്രയെക്കുറിച്ച് ഓർമ്മിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിന്റെ ചരിത്രപരമായ പശ്ചാത്തലം ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന കൊളോണിയൽ കാലഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1857 വിപ്ലവം, നിസ്സഹകരണ പ്രസ്ഥാനം, അതായത് 1920-22 കാലഘട്ടങ്ങളിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം നടന്നത്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1930-32 കാലഘട്ടത്തിലും, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942 എന്നിവ ഉൾപ്പെടെ വിവിധ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ 12ാം തവണയും പതാക ഉയർത്തി. ഈ വർഷത്തെ പ്രമേയം എന്നത് പുതിയ ഇന്ത്യ എന്നതാണ്. അപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്രാമത്തെ തവണയാണ് ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയത്? 12ാം തവണയാണ് ഇപ്രാവശ്യം പ്രധാന പതാക ഉയർത്തിയത്. അപ്പൊ ഈ വർഷത്തെ പ്രമേയം എന്തുവായിരുന്നു? പുതിയ ഇന്ത്യ എന്നതാണ്. അടുത്ത, ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 101 മിനിറ്റിൽ അധികം നീണ്ട പ്രസംഗം നടത്തി. ഇത് ഇന്നുവരെയുള്ളതിൽ ഏറ്റവും ദൈർഘ്യമേറിയ റെക്കോർഡാണ്. അതായത് ഈ പ്രാവശ്യം പ്രധാനമന്ത്രി 101 മിനിറ്റിലധികം നീണ്ട പ്രസംഗമാണ് നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലെ പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുദർശൻ ചക്ര മിഷന് തുടക്കമിട്ടു. ആദ്യം അദ്ദേഹം സുദർശൻ ചക്ര മിഷന് തുടക്കമിട്ടു. അടുത്ത, അതിർത്തി മേഖലകളിൽ നുഴഞ്ഞുകയറ്റക്കാരെ തടയാൻ ഹൈപ്പർ ഡെമോഗ്രഫി മിഷൻ ആരംഭിക്കും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. അതിർത്തി മേഖലകളിൽ നുഴഞ്ഞുകയറ്റക്കാരെ തടയാൻ ഹൈപ്പർ ഡെമോഗ്രഫി എന്ന മിഷന് ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ യുവജനങ്ങൾക്കായി 1 ലക്ഷം കോടി രൂപയുടെ വികസിത് ഭാരത് യോജന പദ്ധതി നടപ്പാക്കി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ എല്ലാ വർഷവും ഏത് ദിവസമാണ് സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നത്? ഏത് ദിവസമാ? ഓപ്ഷൻ എ ഓഗസ്റ്റ് 15, ഓപ്ഷൻ ബി നവംബർ 26, ഓപ്ഷൻ സി ജനുവരി 26, ഓപ്ഷൻ ഡി ജൂലൈ 22. ഏത് ദിവസമാ? ഓഗസ്റ്റ് 15. നോക്കിയേ, 1947 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രമായി. അതുകൊണ്ട് എല്ലാ വർഷവും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നു. ഓക്കെ, അടുത്ത് നോക്ക്, 1949 നവംബർ 26 നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന തയ്യാറാക്കി. അതിനാൽ ഈ ദിവസം ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നു. അപ്പം ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്ന എന്നാ? നവംബർ 26. അടുത്ത, 1950 ജനുവരി 26 രാജ്യത്തിന്റെ ഭരണഘടന നിലവിൽ വന്നു. അതിനാൽ എല്ലാ വർഷവും ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു. അപ്പം റിപ്പബ്ലിക് ദിനം എന്നാ? ജനുവരി 26. അടുത്ത, 1947 ജൂലൈ 22 ഭരണഘടനാ അസംബ്ലി ദേശീയ പതാകയെ അംഗീകരിച്ചു. അതിനാൽ ഈ ദിവസം ദേശീയ പതാക ദിനമായി ആഘോഷിക്കുന്നു. അപ്പം ദേശീയ പതാക ദിനമായി ആഘോഷിക്കുന്ന എന്നാ? ജൂലൈ 22. ഭരണഘടന തയ്യാറാക്കിയല്ലോ, അപ്പം ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നത് നവംബർ 26, റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി 26, ദേശീയ പതാക ദിനമായി ആഘോഷിക്കുന്നത് ജൂലൈ 22. അടുത്ത ക്വസ്റ്റ്യൻ,
2025 ഓഗസ്റ്റ് 15 എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത്? എത്രാമത്തെയാ? ഓപ്ഷൻ എ 29, ഓപ്ഷൻ ബി 74, ഓപ്ഷൻ ഡി 77, ഓപ്ഷൻ ഡി 78. ഏതായിരുന്നു? 79, ഓപ്ഷൻ എ. അപ്പൊ അതിനെക്കുറിച്ച് നോക്കാം. 1948 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 1-ാം വാർഷികം പൂർത്തിയാക്കി. അത് ഇന്ത്യയുടെ 2ാമത്തെ സ്വാതന്ത്ര്യദിനം ആയിരുന്നു. അതുപോലെ 2025 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 78 വർഷം പൂർത്തിയാക്കും. അതായത് ഇത് ഇന്ത്യയുടെ 79ാമത്തെ സ്വാതന്ത്ര്യദിനമാണ്. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. എന്നാൽ റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിയാണ് പതാക ഉയർത്തുന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിയുമാണ് പതാക ഉയർത്തുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയ സംസ്ഥാനങ്ങളിൽ സ്വാതന്ത്ര്യദിനത്തിൽ മുഖ്യമന്ത്രിമാരാണ് പതാക ഉയർത്തുന്നത്. എന്നാൽ റിപ്പബ്ലിക് ദിനത്തിൽ ഗവർണർമാരാണ് പതാക ഉയർത്തുന്നത്. അവിടെ നമുക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം നോക്കിയേ, സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും സംസ്ഥാനങ്ങളില് മുഖ്യമന്ത്രിമാരുമാണ് സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തുന്നത്. എന്നാൽ റിപ്പബ്ലിക് ദിനത്തില് രാഷ്ട്രപതിയും പതാക ഉയർത്തുന്നു. സംസ്ഥാനങ്ങളിൽ സ്വാതന്ത്ര്യദിനത്തിൽ മുഖ്യമന്ത്രിമാരാണ് പതാക ഉയർത്തുന്നത്. എന്നാൽ റിപ്പബ്ലിക് ദിനത്തിൽ ഗവർണർമാരാണ് പതാക ഉയർത്തുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഏത് കോൺഗ്രസ് ഇതര പ്രൈം മിനിസ്റ്റർ ആണ് 12 തവണ ഇന്ത്യൻ പതാക ഉയർത്തിയത്? ഓപ്ഷൻ നോക്കിയേ. എ മൻമോഹൻ സിംഗ്, ബി നരേന്ദ്രമോദി, സി ജവഹർലാൽ നെഹ്റു, ഡി രാംനാഥ് കോവിന്ദ്. ആരായിരുന്നു? ഓപ്ഷൻ ബി നരേന്ദ്രമോദി. അപ്പൊ നോക്കിയേ, അതിനെ കുറിച്ച് നമുക്ക് നോക്കാം. നരേന്ദ്രമോദി 2024 സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഏറ്റവും കൂടുതൽ തവണ ഉയർത്തിയ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായി. ഈ വർഷം 2025 ഓഗസ്റ്റ് 15 ഉൾപ്പെടെ നരേന്ദ്രമോദി ഇതുവരെ ആകെ 12 തവണ പതാക ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്തുവായിരുന്നു? കോൺഗ്രസ് ഇതരേന്നായിരുന്നു ചോദിച്ചേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നോക്കിയാൽ എന്നാല് ഏറ്റവും കൂടുതൽ തവണ പതാക ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം 17 തവണയാണ് ജവഹർലാൽ നെഹ്റു ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി 16 തവണയും പതാക ഉയർത്തിയിട്ടുണ്ട്. ഗുൽസാരി ലാലും ചന്ദ്രശേഖർ എന്നീ പ്രധാനമന്ത്രിമാർ സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തിയിട്ടില്ല. ഇവർ രണ്ടുപേരും എന്ന് പറയുമ്പോൾ ഗുൽസാരിലാൽ നന്ദയും ചന്ദ്രശേഖരും താൽക്കാലികമായിട്ട് വന്ന പ്രധാനമന്ത്രിമാരാണ്. ഗുൽസാരിലാല് നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും മരിച്ചപ്പോഴാണ് ഗുൽസാരിലാൽ നന്ദ താൽക്കാലിക പ്രധാനമന്ത്രിയായിട്ട് വന്നത്. അപ്പം അദ്ദേഹം 2 തവണ താൽക്കാലിക പ്രധാനമന്ത്രിയായി വന്നിട്ടുണ്ട് കേട്ടോ. അത് മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണേ. അടുത്ത് നോക്കിയേ. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച വൈസ്രോയി ആര്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി പെങ്കലി വെങ്കയ്യ, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി ലോർഡ് മൗണ്ട് ബാറ്റൻ. അപ്പൊ ആരാ? ഓപ്ഷൻ ഡി ലോർഡ് മൗണ്ട് ബാറ്റൻ ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച വൈസ്രോയി. വൈസ്രോയി മൗണ്ട് ബാറ്റൻ അധികാര കൈമാറ്റത്തിനായി ഓഗസ്റ്റ് 15 തിരഞ്ഞെടുത്തു. അത് 2-ാം ലോക മഹായുദ്ധത്തിൽ ജപ്പാന്റെ കീഴടങ്ങലിന്റെ 2-ാം വാർഷികം ആയിരുന്നു. പാകിസ്ഥാനിലേക്കുള്ള അധികാര കൈമാറ്റ ചടങ്ങിനായി അദ്ദേഹം ഓഗസ്റ്റ് 14 തിരഞ്ഞെടുത്തത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പതാകയുടെ നീളം, വീതി എന്നിവയുടെ അനുപാതം എത്ര? 1:2,
ഓപ്ഷൻ ബി 2:4, ഓപ്ഷൻ സി 3:2, ഓപ്ഷൻ ഡി 2:3. അപ്പം ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി 3:2. നോക്കിയേ അടുത്ത. ഇന്ത്യൻ ദേശീയ പതാകയുടെ മുകളിലെ കുങ്കുമവർണം രാജ്യത്തിന്റെ ശക്തിയെയും ധൈര്യത്തെയും പ്രതിനിധീകരിക്കുന്നു. നടുവിലുള്ള വെള്ളവര ധർമ്മചക്രത്തോടൊപ്പം സമാധാനത്തെയും സത്യത്തെയും പ്രതീകപ്പെടുത്തുന്നു. താഴെയുള്ള പച്ചവര ഭൂമിയുടെ ഫലഭൂഷ്ടിയെയും വളർച്ചയെയും ശുദ്ധിയെയും പ്രതിനിധീകരിക്കുന്നു. പതാകയുടെ നടുവിലുള്ള വെള്ളവരയിലെ 24 കാലുകൾ ഉള്ള നീല അശോക ചക്രം ഉണ്ട്. അപ്പം ഇന്ത്യ പതാകയിലെ കുങ്കുമവർണ്ണം എന്തിനെയാ പ്രതിനിധീകരിച്ചിരിക്കുന്നത്? രാജ്യത്തിന്റെ ശക്തിയെയും ധൈര്യത്തെയും. വെള്ളവര സമാധാനത്തെയും സത്യത്തെയും, പച്ചവര ഭൂമിയുടെ ഫലഭൂഷ്ടിയെയും വളർച്ചയെയും ശുദ്ധിയെയും പ്രതിനിധീകരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ടോപ്പിക്കായി ഉടനെ തന്നെ വരുന്നതാണ്. അത് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. കാരണം ഇപ്പോൾ വരുന്നതെല്ലാം സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ കറണ്ട് അഫയേഴ്സും GKയും മിക്സ് ചെയ്തുള്ള വീഡിയോകളാണ് ഇടുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.